Draw a rhombus with each pair of length given below for the diagonals. വികരണങ്ങളുടെ നീളം ചുവടെ പറഞ്ഞിരിക്കുന്നതായ സമഭുജ സമാന്തരികങ്ങൾ വരയ്ക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 6 cm 4 cm, അതായത് 6 cm 4 cm വികരണങ്ങളുള്ള ഒരു റോംബസ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു സാമ്പിൾ റോംബസ് വരയ്ക്കാം. ഇവിടെ ഡയഗണൽസ് 6 cm 4 cm ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ AC 6 cm ബി ഡി 4 cm ആയിട്ട് എടുക്കാം. ആദ്യം നമുക്ക് AC എന്ന ഡയഗണൽ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു റൂളർ എടുത്തിട്ട് 6 cm മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതിന് AC എന്ന് നെയിം ചെയ്യാം. ഇനി നമുക്ക് BD എന്ന ഡയഗണൽ വരയ്ക്കണം. BD 4 cm ആണ്, കൂടാതെ BD പെർപെൻഡിക്കുലർ ആണല്ലേ. അപ്പോൾ നമുക്ക് ACക്ക് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. കാരണം റോംബസിൻ്റെ ഡയഗണൽസ് പരസ്പരം പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അപ്പോൾ ACയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലാണ് BD ഉണ്ടാവുക അല്ലേ. അപ്പോൾ ACക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു കോമ്പസ് ലെങ്ത് എടുത്തിട്ട് കോമ്പസിൻ്റെ നീഡിൽ Aയിൽ വെച്ചിട്ട് മേലെ ഒരു ആർക്ക് വരയ്ക്കാം, താഴെയും ഒരു ആർക്ക് വരയ്ക്കാം. ഇനി കോമ്പസിൻ്റെ നീഡിൽ Cയിൽ വെച്ചിട്ട് മേലെ ഒരു ആർക്ക് വരയ്ക്കാം, താഴെ ഒരു ആർക്ക് വരയ്ക്കാം. ഈ രണ്ട് ആർക്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ACയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. ഇനി ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ നമുക്ക് BD മാർക്ക് ചെയ്യണം. BDയുടെ ലെങ്ത് എത്രയാണ്? 4 cm ആണ് അല്ലേ. 4ൻ്റെ ഹാഫ് എത്രയാണ്? 2 cm ആണ്. അപ്പോൾ 2 cm മുകളിലും 2 cm താഴെയുമായിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ മുകളിൽ 2 cm ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം, അതാണ് D. ഇനി താഴെ 2 cm ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം, അതാണ് B. ഇനി Aയും Bയും Cയും Dയും ഒക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ റോംബസ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഡയഗണൽസ് 6.5 cm 4 cm ആണല്ലേ. ആദ്യം നമുക്ക് ഒരു സാമ്പിൾ റോംബസ് വരയ്ക്കാം. ഇതിന് ABCD എന്ന് നെയിം ചെയ്യാം. AC എന്ന ഡയഗണൽ 6.5 cm BD എന്ന ഡയഗണൽ 4 cm ആയിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് AC എന്ന ഡയഗണൽ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു റൂളർ എടുത്തിട്ട് 6.5 cm മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതിന് AC എന്ന് നെയിം ചെയ്യാം. ഇനി ACക്ക് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഒരു കോമ്പസ് ലെങ്ത് എടുത്തിട്ട് കോമ്പസിൻ്റെ നീഡിൽ Aയിൽ വെച്ചിട്ട് മേലെ ഒരു ആർക്ക് വരയ്ക്കാം, താഴെ ഒരു ആർക്ക് വരയ്ക്കാം. ഇനി കോമ്പസിൻ്റെ നീഡിൽ Cയിൽ വെച്ചിട്ട് മേലെ ഒരു ആർക്ക് വരയ്ക്കാം, താഴെ ഒരു ആർക്ക് വരയ്ക്കാം. ഈ രണ്ട് ആർക്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ACയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലാണ് നമ്മുടെ BD ഉള്ളത്. പക്ഷേ BDയുടെ ലെങ്ത് എത്രയാണ്? 4 cm ആണ് വേണ്ടത്. സോ നമുക്ക് BDയുടെ ഹാഫ് 4 cm ഹാഫ് എത്ര? 2 അല്ലേ. അപ്പോൾ 2 cm പെർപെൻഡിക്കുലറിൻ്റെ മേലെയും 2 cm പെർപെൻഡിക്കുലറിൻ്റെ താഴെയും ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ റൂളർ എടുത്തിട്ട് മേലെ ഒരു 2 cm മെഷർ ചെയ്തിട്ട് ഒരു പോയിന്റ് ഇടാം. പെർപെൻഡിക്കുലറിൻ്റെ താഴെ ഒരു 2 cm മെഷർ ചെയ്തിട്ട് പോയിന്റ് ഇടാം. അപ്പോൾ മേലെയുള്ള പോയിന്റാണ് D, താഴെയുള്ള പോയിന്റാണ് B. ഓക്കെ, ഇനി Aയും Bയും Cയും Dയും ഒക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ റോംബസ് കംപ്ലീറ്റ് ആയി. അടുത്ത റോംബസിൻ്റെ ഡയഗണൽസ് 6 cm 4.5 cm ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ആദ്യം നമുക്കൊരു സാമ്പിൾ റോംബസ് വരയ്ക്കാം. ഇതിന് ABCD എന്ന് നെയിം ചെയ്യാം. അപ്പോൾ AC എന്ന ഡയഗണൽ 4.5 cm BD എന്ന ഡയഗണൽ 6 cm ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് AC എന്ന ഡയഗണൽ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു റൂളർ എടുത്തിട്ട് 4.5 cm മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതിന് AC എന്ന് നെയിം ചെയ്യാം. ഇനി BD എന്ന ലൈൻ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് BD പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണല്ലേ ACയുടെ. അപ്പോൾ ഈ ACക്ക് നമുക്കൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഇഷ്ടമുള്ള ഒരു കോമ്പസ് ലെങ്ത് എടുത്തിട്ട് കോമ്പസിൻ്റെ നീഡിൽ Aയിൽ വെച്ചിട്ടും മേലെ ഒരു ആർക്ക് വരയ്ക്കാം, താഴെ ഒരു ആർക്ക് വരയ്ക്കാം. ഇനി Cയിൽ വെച്ചിട്ടും മേലെ ഒരു ആർക്ക് വരയ്ക്കാം, താഴെ ഒരു ആർക്ക് വരയ്ക്കാം. ഈ രണ്ട് ആർക്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയി. പക്ഷേ BDക്ക് 6 cm ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ 6ൻ്റെ ഹാഫ് എത്ര? 3 അല്ലേ. അപ്പോൾ പെർപെൻഡിക്കുലറിൻ്റെ മേലെ 3 cm താഴെയും 3 cm എടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു റൂളർ എടുത്തിട്ട് പെർപെൻഡിക്കുലറിൻ്റെ 3 cm മെഷർ ചെയ്തിട്ട് ഒരു പോയിന്റ് ഇടാം, അതാണ് D. ഇനി പെർപെൻഡിക്കുലറിൻ്റെ താഴെയും 3 cm മെഷർ ചെയ്തിട്ട് ഒരു പോയിന്റ് ഇടാം, അതാണ് B. ഇനി Aയും Bയും Cയും Dയും ഒക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ റോംബസ് കംപ്ലീറ്റ് ആയി. The picture shows the quadrilateral formed by joining midpoints of a rectangle at the diagonals of this quadrilateral parallel to the sides of rectangle Y. അതായത് താഴെ ഫിഗറിൽ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തുകൊണ്ട് ഒരു കോഡിലാറ്ററൽ വരച്ചിട്ടുണ്ട്. ഈ കോഡിലാറ്ററലിൻ്റെ ഡയഗണൽസ് റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സിന് പാരലലാണെന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ റെക്റ്റാങ്കിളിനെ ABCD എന്ന് നെയിം ചെയ്യാം. ഈ കോഡിലാറ്ററലിനെ നമുക്ക് PQRS എന്ന് നെയിം ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഡയഗണൽസ്. അപ്പോൾ ആദ്യം ഡയഗണൽസ് ജോയിൻ ചെയ്യാം. PR ഉം
ക്യു എസും ആണ് എന്ത് ഡയഗണൽസ് ഈ കോഡിലാറ്ററലിൻ്റെ അല്ലേ. അപ്പം പി ആറും ക്യു എസും ഈ സൈഡ്സിന് പാരലലാണെന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എ ബി എന്ന സൈഡും സി ഡി എന്ന സൈഡും ഈക്വൽ ആണ് അല്ലേ, കാരണം എ ബിയും സി ഡിയും റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ക്യു എ ബിയുടെ മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും അല്ലേ. എ ക്യൂവും ബി ക്യൂ ഈക്വൽ ആണ്, കാരണം ക്യു എ ബിയുടെ മിഡ് പോയിന്റ് ആണ്. എസ് സി ഡിയുടെ മിഡ് പോയിന്റ് ആണ്, അതുകൊണ്ട് ഈ ഡി എസും എസ് സിയും എന്താ ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ എ ബിയും സി ഡി ഈക്വൽ ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് ഒക്കെ ഈക്വൽ ആയിരിക്കും അല്ലേ. ഈ 4 ഡിസ്റ്റൻസുകളും ഏതൊക്കെ, എ ക്യു ബി ക്യു സി എസ് ആൻഡ് എസ് ടി ആർ ഈക്വൽ. എ ക്യു ഈസ് ഈക്വൽ ടു ക്യു ബി ഈസ് ഈക്വൽ ടു എസ് സി ഈസ് ഈക്വൽ ടു ഡി എസ്. കാരണം എന്താ, ഒരു റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ ഹാഫ് ലെങ്ത് ആണ് അല്ലേ. റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ ഹാഫ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഡിസ്റ്റൻസുകൾ ഈക്വൽ ആയത് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടു ക്യു ബി ഈസ് ഈക്വൽ ടു എസ് സി. ഈ ഡിസ്റ്റൻസുകൾ ഈക്വൽ ആണ്, ക്യു ബി എസ് സി ഈക്വൽ ആണ്. അതിനർത്ഥം എന്താണ്, ഈ ക്യു എസ് ബി സി എന്നീ 2 ലൈൻസിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്, ക്യു ബിയും എസ് സിയും അല്ലേ. ഈ ബി സിയും ക്യു എസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അതിനർത്ഥം എന്താണ്, ബി സിയും ക്യു എസും എന്താ പാരലൽ ആയിരിക്കും അല്ലേ, കാരണം പാരലൽ ലൈൻസിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 2 ലൈൻസിന് ഇടയിലുള്ള ബി സി എന്ന ലൈനിൻ്റെയും ക്യു എസ് എന്ന ലൈനിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അതിനർത്ഥം എന്താണ്, ബി സി ഈസ് പാരലൽ ടു ക്യു എസ്. നമുക്ക് എങ്ങനെ എഴുതാം, ക്യു ബി ഈസ് ഈക്വൽ ടു എസ് സി മീൻസ് distance between lines BC and QS are equal. 2 ലൈൻസിനിടയിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ അതിനർത്ഥം എന്താ, ലൈൻസ് പാരലൽ ആണല്ലേ. സോ ബി സി ആൻഡ് ക്യു എസ് ആർ പാരലൽ. അപ്പോൾ നമുക്ക് ക്യു എസ് എന്ന ഡയഗണല് ബി സി എന്ന സൈഡിന് പാരലൽ ആണെന്ന് കണ്ടു അല്ലേ. ഇനി നമുക്ക് പി ആർ എന്ന ഡയഗണല് എ ബി എന്ന സൈഡിന് പാരലൽ ആണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം എ ഡി എന്ന സൈഡും ബി സി എന്ന സൈഡും ഈക്വൽ ആണല്ലോ. കാരണം എന്താണ്, എ ഡിയും ബി സിയും റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ മിഡ് പോയിന്റ്സ് ആണ് പിയും ആറും അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഒക്കെ എന്താ ഈക്വൽ ആയിരിക്കും അല്ലേ. കാരണം എന്താണ്, ഇവ മിഡ് പോയിന്റ് ആണ് പിയും ആറും ഈ സൈഡ്സിൻ്റെ അല്ലേ. അതുകൊണ്ട് ഈ ഡിസ്റ്റൻസുകളൊക്കെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഡി പി ഈസ് ഈക്വൽ ടു എ പി ഈസ് ഈക്വൽ ടു സി ആർ ഈസ് ഈക്വൽ ടു ആർ പി. കാരണം എന്താണ്, ദേ ആർ ഹാഫ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് റെക്റ്റാങ്കിൾ അല്ലേ. റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, അതുകൊണ്ട് അവയുടെ ഹാഫും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതിൽ നമ്മൾ കണ്ടെന്ത്, എ പി ഈസ് ഈക്വൽ ടു ബി ആർ എന്ന് കിട്ടി അല്ലേ. അതായത് ഈ ഡിസ്റ്റൻസുകൾ എ പി ഈസ് ഈക്വൽ ടു ബി ആർ, ഈ ഡിസ്റ്റൻസുകൾ ഈക്വൽ ആണ്. അതിനർത്ഥം എന്താണ്, ഈ 2 ലൈൻസ് പി ആർ എന്ന ലൈനും എ ബി എന്ന ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണെന്നല്ലേ അർത്ഥം അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം, എ പി ഈസ് ഈക്വൽ ടു ബി ആർ മീൻസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻസ് പി ആർ ആൻഡ് എ ബി ആർ ഈക്വൽ. അപ്പോൾ 2 ലൈൻസിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്, ആ ലൈൻസ് പാരലൽ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സോ പി ആർ ആൻഡ് എ ബി ആർ പാരലൽ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രൂവ് ചെയ്തു, ക്യു എസ് എന്ന ഡയഗണലും പി ആർ എന്ന ഡയഗണലും എ ബി ബി സി എന്നീ 2 സൈഡ്സിന് പാരലൽ ആണ് അല്ലേ, റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സിന് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഹെൻസ് വി പ്രൂവ് ദ ഡയഗണൽസ് ഓഫ് കോഡിലാറ്ററൽ ആർ പാരലൽ ടു സൈഡ്സ് ഓഫ് റെക്റ്റാങ്കിൾ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, ഈസ് ദിസ് കോഡിലാറ്ററൽ എ റോംബസ്. ഈ കോഡിലാറ്ററൽ റോംബസ് ആണ് എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു റോംബസിൻ്റെ ഡയഗണൽസ് എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും. പെർപെൻഡിക്കുലറും ആയിരിക്കും ബൈസെക്ടേഴ്സും ആയിരിക്കും അല്ലേ. ഈ ഡയഗണൽസ് പെർപെൻഡിക്കുലറും ബൈസെക്ടറും ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ 2 ഡയഗണൽസും മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് എക്സ് എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഡയഗണൽസ് പി ആറും എസ് ക്യൂവും ക്യു എസും പെർപെൻഡിക്കുലർ ആണ്. കാരണം എന്താണ്, ഈ ഡയഗണൽസ് റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സിന് പാരലൽ ആണെന്ന് നമ്മൾ കണ്ടു. റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് ഓൾറെഡി പെർപെൻഡിക്കുലർ ആണ്, അപ്പോൾ ഇവയ്ക്ക് പാരലലുള്ള ലൈൻസും എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, പി ആർ ആൻഡ് ക്യു എസ് ആർ പെർപെൻഡിക്കുലർ. ഇതിന് നമുക്ക് 1 എന്ന് കൊടുക്കാം. കാരണം എന്താണ്, ദേ ആർ പാരലൽ ടു സൈഡ്സ് ഓഫ് റെക്റ്റാങ്കിൾ. പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി എന്ത്
കണ്ടുപിടിക്കണം, ബൈസെക്ടേഴ്സും കൂടിയാണെന്ന് പ്രൂവ് ചെയ്യണം. കാരണം ബൈസെക്ടേഴ്സ് ആണെങ്കിലല്ലേ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആവുള്ളൂ. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണെങ്കിൽ, ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണെങ്കിൽ ഈ കോഡിലാറ്ററൽ എന്താവുള്ളൂ, ഒരു റോംബസ് ആവുള്ളൂ അല്ലേ. അതിന് വേണ്ടിയിട്ട് എക്സ് എന്ന് പറയുന്ന പി ആറിൻ്റെ മിഡ് പോയിന്റ് ആണ്, ക്യു എസിൻ്റെ മിഡ് പോയിന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു ബി സിയും ക്യു എസും പാരലലാണ്. നമ്മൾ ഫസ്റ്റ് ഇവിടെ കണ്ടു ബി സി ആൻഡ് ക്യു എസ് ആർ പാരലൽ. അപ്പോൾ രണ്ട് പാരലൽ ലൈൻസിനിടയിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് എക്സ് ആറും എന്താണ് ഈ ഡിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും, അതായത് ക്യൂ ബിയും ഈക്വൽ ആയിരിക്കും അല്ലേ. ഈ ബി സി ക്യു എസ് എന്നീ പാരലൽ ലൈൻസിനിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് ആർ അല്ലേ. സോ എക്സ് ആർ ഈസ് ഈക്വൽ ടു ക്യൂ ബി എന്ന് എഴുതാം. കാരണം എന്താണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ് ക്യു എസ് ആൻഡ് ബി സി. അതേപോലെ ക്യു എസ് എ ഡിക്കും പാരലാണ് അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്താ ഈക്വൽ ആയിരിക്കും അല്ലേ, രണ്ട് പാരലൽ ലൈൻസിനിടയിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, പി എക്സ് ഈസ് ഈക്വൽ ടു എ ക്യു എന്ന് എഴുതാം. കാരണം എന്താണ്, ഈ രണ്ട് പാരലൽ ലൈൻസിനിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ. പക്ഷെ നമ്മൾ ഓൾറെഡി കണ്ടു, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടു എ ക്യൂവും ക്യൂ ബിയും എന്താണ് ഓൾറെഡി ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എ ക്യൂ ക്യൂ ബിയും എന്തിന് ഈക്വൽ ആണ്, പി എക്സിന് എക്സ് ആറിന് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, പി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ആർ എന്ന് പറയാം അല്ലേ. സോ പി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ആർ. കാരണം പി എക്സ് എക്സ് ആറിനും എ ക്യൂവിനും ക്യൂ ബിക്ക് ഈക്വൽ ആണ്. എ ക്യൂവും ക്യൂ ബി എന്ത് ഓൾറെഡി ഈക്വൽ ആണ്, കാരണം ക്യൂ എ ബിയുടെ മിഡ് പോയിന്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ എക്സ് പിയും എക്സ് ആറും എന്താണ് ഈക്വൽ ആണ്. ഈ പി എക്സ് എന്ന ഡിസ്റ്റൻസ് എക്സ് ആർ എന്ന ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അതിനർത്ഥം എന്താണ്, എക്സ് പി ആർ എന്നല്ല അതിൻ്റെ മിഡ് പോയിന്റ് ആണെന്നല്ല അർത്ഥം. സോ എക്സ് ഈസ് മിഡ് പോയിന്റ് ഓഫ് പി ആർ. പി ആർ എന്ന ഡയഗണലിന്റെ മിഡ് പോയിന്റ് ആണ് എക്സ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ ഈ എസ് ക്യു എന്ന ലൈനിന്റെ മിഡ് പോയിന്റ് കൂടിയാണ് എക്സ് എന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം പി ആറും സി ഡിയും പാരലൽ ആണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് ലൈൻസിനിടയിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ. അതായത് ഈ എക്സ് എസും സി ആറും ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ് ആണ് അവ അല്ലേ. എക്സ് എക്സ് ഈസ് ഈക്വൽ ടു സി ആർ. കാരണം എന്താ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ് ഡി സി ആൻഡ് പി ആർ അല്ലേ. അതേപോലെ നമ്മൾ ഓൾറെഡി കണ്ടു പി ആറും എ ബിയും പാരലലാണ് അല്ലേ. അപ്പോൾ അവയുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, പാരലൽ ലൈൻസിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അതുകൊണ്ട് എക്സ് ക്യൂവും ബി ആറും ഈക്വൽ ആയിരിക്കും അല്ലേ. എക്സ് ക്യൂ ഈസ് ഈക്വൽ ടു ബി ആർ. ഓക്കെ, അപ്പോൾ പക്ഷെ നമ്മൾ കണ്ടു ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഓൾറെഡി കണ്ടു സി ആറും ബി ആറും ഓൾറെഡി ഈക്വൽ ആണ് അല്ലേ. നോക്കൂ, ബി ആർ ഈസ് ഈക്വൽ ടു ആർ സി എന്ന് കണ്ടു അല്ലേ. ആർ സി എന്ന് പറഞ്ഞാൽ സി ആർ ആണ് കേട്ടോ. അപ്പോൾ ബി ആറും ആർ സിയും അല്ലെങ്കിൽ സി ആറും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ബി ആറും ഈ രണ്ട് ഈക്വൽ ആണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്, ഈ എക്സ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂ എന്ന് എഴുതാം അല്ലേ. സോ എക്സ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂ. അപ്പോൾ എക്സ് ക്യൂ എന്നല്ല അതിൻ്റെ മിഡ് പോയിന്റ് ആണ് എക്സ് അല്ലേ. സോ എക്സ് ഈസ് മിഡ് പോയിന്റ് ഓഫ് എക്സ് ക്യൂ. ഓക്കെ, അപ്പോൾ എക്സ് പി ആറിൻ്റെയും മിഡ് പോയിന്റ് ആണ്, എക്സ് ക്യൂവിൻ്റെയും മിഡ് പോയിന്റ് ആണ് അല്ലേ. അതിനർത്ഥം എന്താ, പി ആറും എസ് ക്യൂവും പരസ്പരം ബൈസെക്ടേഴ്സ് ആണ്. പിന്നെ നമ്മൾ ഓൾറെഡി ആദ്യം കണ്ടു പി ആർ ആൻഡ് ക്യു എസ് ആർ പെർപെൻഡിക്കുലർ ആണെന്ന് കണ്ടു അല്ലേ. അപ്പോൾ പെർപെൻഡിക്കുലറും ആണ് ബൈസെക്ടേഴ്സും ആണ് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ. സോ പി ആർ ആൻഡ് ക്യു എസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. ഡയഗണൽസ് എന്ന പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. അതുകൊണ്ട് പി ക്യു ആർ എസ് ഒരു റോംബസ് ആണ്. Draw a rhombus with diagonal 6.5 cm and 4.5 cm. വികരണങ്ങളുടെ നീളം 6.5 സെൻറ്റിമീറ്ററും 4.5 സെൻറ്റിമീറ്ററുമായ സമഭുജ സമാന്തരികം വരയ്ക്കുക. അപ്പോൾ ആദ്യം നമുക്കൊരു സാമ്പിൾ റോംബസ് വരയ്ക്കാം. ഇതിനെ ABCD എന്ന് നെയിം ചെയ്യാം. ഇതിൻ്റെ AC എന്ന ഡയഗണലിൽ 6.5 സെൻറ്റിമീറ്ററും BD എന്ന ഡയഗണലിൽ 4.5 സെൻറ്റിമീറ്ററും ആയിട്ട് നമുക്കെടുക്കാം.
ആദ്യം നമുക്ക് എ സി എന്ന ഡയഗണൽ വരയ്ക്കാം. എ സി എന്ന ഡയഗണൽ 6.5 സെൻറ്റിമീറ്റർ ആണല്ലേ. സോ നമുക്കൊരു റൂളർ എടുത്തിട്ട് 6.5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതിനെ എ സി എന്ന് നെയിം ചെയ്യാം. ഇനി ഇതിനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഒരു കോമ്പസ് ലെങ്ത് എടുത്തിട്ട് കോമ്പസിൻ്റെ നീഡിൽ എയിൽ വെച്ചിട്ട് മേലെ ഒരു ആർക്ക് വരയ്ക്കാം, താഴെ ഒരു ആർക്ക് വരയ്ക്കാം. ഇനി കോമ്പസിൻ്റെ നീഡിൽ സിയിൽ വെച്ചിട്ട് മേലെ ഒരു ആർക്ക് വരയ്ക്കാം, താഴെ ഒരു ആർക്ക് വരയ്ക്കാം. ഈ രണ്ട് ആർക്സും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ എ സിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറായി. ഇനി ഇതിൽ ബി ഡി മാർക്ക് ചെയ്യണം. ബി ഡിയുടെ ലെങ്ത് എത്രയാണ്? 4.5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ 4.5ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 2.25 ആണ്. അത് റൂളറിൽ എടുക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 4.5 ലൈന് വരച്ചിട്ട് അതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ അതിൻ്റെ ഹാഫായ 2.25 കിട്ടും അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ നിന്നും 4.5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഇടാം. ഓക്കെ, അപ്പോൾ ഇതാണ് 4.5 സെൻറ്റിമീറ്റർ ഉള്ള ലൈന്. ഇനി ഇതിനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഈ 4.5 സെൻറ്റിമീറ്ററിൻ്റെ രണ്ട് എൻഡ്സിലും കോമ്പസിൻ്റെ ഇതിൽ വെച്ചിട്ട് മേലെയും താഴെയൊക്കെ ആർക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് കിട്ടും അല്ലേ. അപ്പോൾ ആദ്യം ഇഷ്ടമുള്ള ഒരു കോമ്പസ് ലെങ്ത് എടുത്തിട്ട് ഈ ലൈനിൽ എ സി എന്ന ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റില്ലേ പെർപെൻഡിക്കുലർ, ആ പോയിന്റിൽ വെച്ചിട്ട് മേലെ ഒരു ആർക്ക് വരയ്ക്കാം, താഴെ ഒരു ആർക്ക് വരയ്ക്കാം. ഇനി 4.5 സെൻറ്റിമീറ്റർ വരുന്ന ആ പോയിന്റിൽ വെച്ചിട്ട് മേലെ ഒരു ആർക്ക് വരയ്ക്കാം, താഴെ ഒരു ആർക്ക് വരയ്ക്കാം. ഈ രണ്ട് ആർക്സും ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ 4.5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറായി അല്ലേ. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മുടെ 4.5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ ലെങ്ത് എന്ന ഈ 4.5ൻ്റെ ഹാഫ് ആയിരിക്കും, അതായത് 2.25 ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ എ സി എന്ന ലൈനിൽ നിന്നും 2.25 ഡിസ്റ്റൻസിലുള്ള ഈ പോയിന്റ് ആയിരിക്കും എന്ത്? ഡി അല്ലേ. ഇനി അടുത്ത 2.25 ഡിസ്റ്റൻസുള്ള പോയിന്റ് എവിടെയാണ്? ഈ പെർപെൻഡിക്കുലറെ താഴ്ഭാഗത്താണ് വേണ്ടത് അല്ലേ, താഴെയുള്ള ഭാഗത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ലെങ്ത് കോമ്പസ് ലെങ്ത് ആയിട്ട് എടുക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കോമ്പസിൻ്റെ നീഡിൽ ഈ എ സി എന്ന ലൈനിൽ വരുന്ന പോയിന്റിലും കോമ്പസിൻ്റെ പെൻസിൽ ഈ ഡിയിലും വരുന്ന വിധത്തിൽ വെക്കാം. എന്നിട്ട് ഈ താഴോട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ ആർക്ക് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്തായിരിക്കും? ബി ആയിരിക്കും. കാരണം ഈ ഡിസ്റ്റൻസ് എന്താണ്? 2.25 ആണ്. കാരണം എന്താ? നമ്മൾ എടുത്ത കോമ്പസ് ലെങ്ത് എത്രയാണ്? 2.25 വരുന്നല്ലേ. അപ്പോൾ ഇനി എയും ബിയും സിയും ഒക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ റോംബസ് കംപ്ലീറ്റ് ആയി.